സംഗമനാടിൻ പുത്രൻ സംഗമഗ്രാമ പുണ്യം സംഗമനാടിൻ പുത്രൻ ശ്രീ കൂടൽ മാണിക്യത്തിൻ. ഇത്രയും ഇടയ്ക്ക വായിക്കാൻ അല്ലെങ്കിൽ ഇടയ്ക്ക ഞാൻ വായിക്കുമെന്നൊക്കെ അറിഞ്ഞത് ഈ കോവിഡിനൊക്കെ ശേഷമാണ്. അതിനു മുമ്പും കൊച്ചു കൊച്ചു പരിപാടികളൊക്കെയാണ് ചെയ്തിട്ടാണ് കൂടുതൽ. സംഗീതം, ശാസ്ത്രീയ സംഗീതം ചിട്ടയായി വർഷങ്ങളോളം പഠിച്ചിട്ടുള്ള ആളല്ല ഞാൻ. അത്യാവശ്യം പാടും എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കയുടെ കൂടെ ഇടയ്ക്ക് വായിക്കാനാണ് നമ്മൾ സോപാന സംഗീതത്തിൽ മെയിൻ ആയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവും. ഇടയ്ക്ക നമ്മളോട് കൈ വഴങ്ങിയാൽ ഇടയ്ക്ക് കൂടെ നിൽക്കും. ബാക്കിയൊക്കെ ഭഗവാൻ. വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിലൊന്നും എനിക്കൊരു അഭിപ്രായവും ഇല്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, അതുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് ഞാനൊക്കെ പരിപാടിക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ ഇത്തരം എനിക്കിഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് അങ്ങനെ ആ ഒരു വേഷത്തിൽ പോണു. അപ്പോൾ ഇടയ്ക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് നിലത്ത് വെക്കാത്തത് എന്നുള്ളതിനൊരു ചെറിയ കഥയുണ്ട്. വെൽക്കം ടു സ്റ്റോറി സോ. സ്റ്റോറി സോയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളതേ നമ്മളെല്ലാവരെയും സോപാന സംഗീതത്തിൽ ആറാടിച്ച നമ്മുടെ സ്വന്തം ആശ സുരേഷാണ്. നമസ്കാരം ആശ. ഞാൻ എപ്പോ കാണുമ്പോഴും എല്ലാ വീഡിയോസിലും ആശ ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ്. എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത? തീർച്ചയായിട്ടും ഒരു അമ്പലം ഔട്ട്ഫിറ്റ് ആണിത്. ഞാൻ മറ്റ് പാവാട, ബ്ലൗസ്, ധാവണിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്നാലും ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ക്ഷേത്ര കലാരൂപമാണല്ലോ. ഏത് ക്ഷേത്രത്തിലും ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഇഷ്ടമാണ് ഈ വേഷം. ഈ ഒരു വേഷമാണ് കേരളീയ തനിമ എന്നൊക്കെ പറയും. ഇഷ്ടപ്പെട്ട് ധരിക്കുന്നതാണ്. അല്ലാതെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ എല്ലാ വേഷവും വീഡിയോയിൽ ഇങ്ങനെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അല്ല, ഓട്ടോമാറ്റിക്കലി എല്ലാ വീഡിയോസിലും ഇങ്ങനെ കണ്ട് അതൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. അത് എനിക്ക് സന്തോഷാണ് ആ ചോദ്യം കേൾക്കാൻ. കാരണം ഈ വേഷം വളരെ ഇഷ്ടപ്പെട്ടും പിന്നെ ഈ ക്ഷേത്ര കലാരൂപമാണല്ലോ സോപാന സംഗീതം. അപ്പോ ക്ഷേത്രവുമായി അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാള ശൈലി, അത് കേരളീയ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് സോപാന സംഗീതത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു? ഞാൻ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. അപ്പോ ഇരിങ്ങാലക്കുടയില് ശ്രീ കൂടൽ മാണിക്യം ഭരതക്ഷേത്രത്തിന്റെ വളരെ അടുത്താണ് എന്റെ വീട്. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാരണം. അതെ. അപ്പോ കൂടൽമാണിക്യ ക്ഷേത്രത്തില് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ചെറുപ്പം മുതലേ ഭഗവാനെ തൊഴാൻ പോവാറുണ്ട്. ആ സമയത്ത് അവിടെ കാണുന്ന വാദ്യം എന്ന് പറയുന്നത് ഇടയ്ക്കാണ്. നട അടയ്ക്കുന്ന സമയത്ത് മാരാര അവിടെ കുട്ടിപ്പാടുന്നുണ്ടാവും. അപ്പോ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക അതിമനോഹരല്ലേ കാണാൻ, അതിന്റെ പൊടിപ്പും. അപ്പൊ അത് ആ ഭംഗിയൊക്കെ പണ്ടേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത് പഠിക്കാൻ ചേർന്നു. ഇടയ്ക്കാണ് പഠിച്ചത്. സംഗീതം പഠിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ കൂടൽമാണിക്യ സ്വാമിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പാടി പോണു. അതെ, സംഗീതം പഠിക്കാതെയാണ് ഇത്രയും പാട്ടുകൾ എല്ലാം നമുക്ക് തന്നിട്ടുള്ളത്. സംഗീതം, ശാസ്ത്രീയ സംഗീതം ചിട്ടയായി വർഷങ്ങളോളം പഠിച്ചിട്ടുള്ള ആളല്ല ഞാൻ. അത്യാവശ്യം പാടും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്കയുടെ കൂടെ ഇടയ്ക്ക് വായിക്കാനാണ് നമ്മൾ സോപാന സംഗീതത്തില് മെയിൻ ആയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവുന്നത്. ഇടയ്ക്ക നമ്മളോട് കൈ വഴങ്ങിയാൽ ഇടയ്ക്ക് കൂടെ നിൽക്കും. ബാക്കിയൊക്കെ ഭഗവാൻ. ഇടയ്ക്ക് പിന്നെ പഠിക്കാനായിട്ട് പോയി. ഇടയ്ക്കാണ് പഠിക്കാൻ പോയത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ചേർന്നു. ഇടയ്ക്ക് പഠിച്ചു. പിന്നെ ഒരു 6ലൊക്കെ പഠിക്കുമ്പോഴാണ് ഒരു പാട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊട്ടി എന്ന് നോക്കി അങ്ങനെ ഭഗവാൻ ഇങ്ങനെ കൊണ്ടുവന്നു ഇവിടം വരെയായി. ആരെങ്കിലും ശിക്ഷണത്തിലായിരുന്നോ? ഇടയ്ക്ക് പഠിച്ചത് ഇരിങ്ങാലക്കുട പി നന്ദകുമാർ മാരാർ ആശാനാണ് എന്റെ ഗുരുനാഥൻ. ഒരാളുടെ അടുത്ത് തന്നെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോഴും സ്റ്റിൽ ആളുടെ അടുത്ത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്റ്റേജുകൾ ചെയ്തു ഇപ്പോ? സ്റ്റേജുകൾ എന്ന് പറഞ്ഞാൽ എണ്ണിട്ടില്ല. പക്ഷെ ഭഗവാൻ സഹായിച്ചൊരു 100-400 സ്റ്റേജൊക്കെ ചെയ്തിട്ടുണ്ടാവണം. എന്താ കുറയാൻ വഴിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ ഒരു 3ാമത്തെ സീസണൊക്കെ ആവുന്നേ ഉള്ളൂ. ഞാൻ ഇത്രയും ഇടയ്ക്ക വായിക്കാൻ അല്ലെങ്കിൽ ഇടയ്ക്ക ഞാൻ വായിക്കുമെന്നൊക്കെ അറിഞ്ഞത് ഈ കോവിഡിനൊക്കെ ശേഷമാണ്. അതിനു മുമ്പും കൊച്ചു കൊച്ചു പരിപാടികളൊക്കെയാണ് ചെയ്തിരുന്നത് കൂടുതൽ. ഈ സോപാനപ്പടിയിൽ നിന്നിട്ടേ സോപാന സംഗീതം ഒരു സ്ത്രീ വായിക്കുമ്പോ അതിന് എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, സോപാനപ്പടിയിൽ അല്ലെങ്കിൽ ഭഗവാനെ ആര് വിളിച്ചാലും അവിടെ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ഒരു വിമർശനം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഇല്ല. ഞാൻ എന്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. പിന്നെ ഒരു ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ഒരു നിലനിൽക്കുന്ന ചിട്ടയോ ആചാരമോ അത് മാറ്റി എനിക്ക് അത് അങ്ങനെ ഒരു ധാരണയുള്ള ആളല്ല. എനിക്ക് അങ്ങനെ ഒരു ആവശ്യവും ഇല്ല.
അപ്പോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി അവര് പറയാണ് സോപാനപ്പടിയിൽ പാടണം, ഓക്കെ പാടാം. സോപാനപ്പടിയിലല്ല, സ്റ്റേജിലാണ്, സ്റ്റേജിൽ പാടും, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ നിർബന്ധങ്ങളോ ശാഠ്യങ്ങളോ ഒന്നുമില്ല. എവിടെ നിന്ന് വിളിച്ചാലും ഈശ്വരൻ കേൾക്കും. അപ്പോ അതിന്റെ പേരിൽ അങ്ങനെ ബുദ്ധിമുട്ടോ പ്രശ്നമോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വാരിയാട്ടിൽ, ഇരിങ്ങാലക്കുടയിലുള്ള വാരിയാട്ടിൽ ക്ഷേത്രത്തിലാണ്, ഭദ്രകാളി ക്ഷേത്രത്തില്. അപ്പൊ ദേവിയുടെ ഒരു സോപാന സംഗീതം ആലപിക്കാനായിട്ട് പറ്റുമോ? പാടാം, തീർച്ചയായിട്ടും. ഭദ്രേ ഭഗവതി ഭവഭയഹാരിണി ഭക്താഭീഷ്ട സകല വരദായിനി ഭുവനപാലിനി ഭൂരി കൃപാകരി ഭൂതിദായിനി വിശ്വവിമോഹിനി. ഭദ്രേ ഭഗവതി ഭവഭയഹാരിണി ഭക്താഭീഷ്ട സകല വരദായിനി ഭുവനപാലിനി ഭൂരി കൃപാകരി ഭൂതിദായിനി വിശ്വവിമോഹിനി. ഭദ്രേ ഭഗവതി ഭവഭയഹാരിണി ഭക്താഭീഷ്ട സകല വരദായിനി ഭുവനപാലിനി ഭൂരി കൃപാകരി ഭൂതിദായിനി വിശ്വവിമോഹിനി. അമ്മേ വാരിയാട്ടിലമരും ശ്രീ ഭദ്രകാളി അഴലിന്നാഴക്കടലിൽ മുങ്ങി തളരുമ്പോൾ ജഗദീശ്വരി താവക. അഴലിന്നാഴക്കടലിൽ മുങ്ങി തളരുമ്പോൾ ജഗദീശ്വരി താവക. കഴലിന മാത്രമൊരഭയം മർത്യനു കരകയറാനൊരു ബോധം നിത്യം. ഭദ്രേ ഭഗവതി ഭവഭയഹാരിണി ഭദ്രേ ഭഗവതി ഭവഭയഹാരിണി ഭക്താഭീഷ്ട സകല വരദായിനി ഭുവനപാലിനി ഭൂരി കൃപാകരി ഭൂതിദായിനി വിശ്വവിമോഹിനി. ദേവി ഒന്നല്ലായിരമാപൽ ഗണമതു മുന്നിൽ പെരുകും നേരത്തമ്പേ. ഒന്നല്ലായിരം ആപൽ ഗണമതു മുന്നിൽ പെരുകും നേരത്തമ്പേ. സ്മരണീയം തവ ചരണയുഗം മേ കരണീയം ഞാൻ അറിവൂ ദേവി. വാരിയാട്ടിലമരും ശ്രീഭദ്രകാളി അമ്മേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ദേവി. ശരണം ശരണം. വാവ്, സൂപ്പർ സൂപ്പർ, സന്തോഷം, അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നത്. അടിപൊളി, രക്ഷയില്ല പറയാനായിട്ട്. ഇത് പ്രൊഫഷണലി പഠിച്ചു കഴിയുമ്പോ ഒരു ത്വര തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പാടാന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളില് ഓരോ ക്ഷേത്രങ്ങളില് ചെല്ലാൻ പറ്റുന്നത്, അവിടുത്തെ ഭഗവാനെയോ ഭഗവതിയോ സ്തുതിച്ച് പാടാൻ പറ്റുന്നത് പൂർവ്വജന്മ സുഹൃതമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എപ്പോഴും നമ്മള് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിനെ കുറിച്ചിട്ടും അതേപോലെ ഭക്തിയെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന ഒരാളാണ് ആശ. അപ്പൊ എങ്ങനെയാണ് കൂടുതൽ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയിൽ തന്നെ പോകുന്ന ഒരാളാണോ? ഓർത്തഡോക്സ് ചിന്താഗതി എന്താ ഉദ്ദേശിച്ചെങ്കിൽ മനസ്സിലായില്ല. അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോപാന സംഗീതം, ക്ഷേത്രാചാരങ്ങളെയും ഒക്കെ ഫോളോ ചെയ്യുന്ന അതെ തീർച്ചയായിട്ടും. അതൊക്കെയാണ് നമ്മൾക്ക് നമുക്ക് അതൊക്കെ ഉള്ളൂ. അതായത് ക്ഷേത്രമായി അല്ലെങ്കിൽ സോപാന സംഗീതമായി ബന്ധപ്പെട്ടൊരു ജീവിതമാണ് എൻ്റെ. അപ്പോ സീസണൊക്കെ ആയി കഴിഞ്ഞാല് നിത്യം
ഓരോരോ ക്ഷേത്രങ്ങളിൽ പോവാ, അവിടുത്തെ ആചാരങ്ങള് അതൊക്കെ പുതിയതായിരിക്കും. അതെ അതെ ഇരിങ്ങാലക്കുട മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ ഭഗവാൻ സഹായിച്ച് കേരളത്തില് അതെ. പുറത്തും പുറത്തൊക്കെ ചെയ്തു. പോവാൻ പറ്റാറുണ്ട്. അപ്പൊ പല സ്ഥലത്ത് ചെല്ലുമ്പോ അവിടെ പലതരം രീതികളാണ്. അതൊക്കെ കാണുക, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ടതൊക്കെ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അത് ഇത്തിരി ഓർത്തഡോക്സ് ആണെന്നുണ്ടെങ്കിൽ ഞാനും ഓർത്തഡോക്സ് ആണ്. ഓർത്തഡോക്സ് ആണ്. എങ്ങനെ പുതിയ ചിന്താഗതികളോട് എങ്ങനെയാ, പുതിയ മോഡേൺ ചിന്താഗതികളോട്, വസ്ത്രധാരണങ്ങളോട് ഒക്കെ എങ്ങനെയാ പ്രതികരിക്കണേ? വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിലൊന്നും എനിക്കൊരു അഭിപ്രായവും ഇല്ല. ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, അതുള്ളതേ ഉള്ളൂ. ഇപ്പോ ക്ഷേത്രങ്ങളിലേക്ക് ഞാനൊക്കെ പരിപാടിക്ക് പോവാണെങ്കിൽ കൂടുതൽ ഇത്തരം എനിക്ക് ഇഷ്ടമാണത്. ഞാൻ അതുകൊണ്ട് അങ്ങനെ ആ ഒരു വേഷത്തിൽ പോണു. നമുക്കൊരു കോൺഫിഡൻസ് അല്ലേ നമ്മളെ കാണുമ്പോൾ. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ അതൊരു ഐഡന്റിറ്റി ആയി. ഇപ്പൊ ചുരിദാറൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നോട് ചോദിക്കും ആള് തന്നെയാണോ എന്ന് ചോദിക്കും. ഇങ്ങനെ കണ്ടാ പിന്നെ ഓടി വരികയായി, സംസാരിക്കലായി, ഒരു മുഖപുരയുടെ ആവശ്യം വരും. അപ്പൊ വസ്ത്രമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ ഇനി ഇടയ്ക്കയില് ഒരു മാജിക് എന്താ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റാ? ശബ്ദം പുള്ളിക്കാരി വന്നപ്പോ തന്നെ പറഞ്ഞു, ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇടയ്ക്കയില് മാത്രം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇടയ്ക്കയില് അതായത് ഇടയ്ക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇടയ്ക്കയിൽ ഒരു പണ്ഡിത ഒന്നുമല്ല ഞാൻ, അത് ആദ്യം തന്നെ പറയാം. ഇടയ്ക്ക കൊട്ടി പാടുന്നു എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്കയുടെ പ്രത്യേകത എന്താ വെച്ചാല് ലോകത്ത് മനുഷ്യൻ തൊണ്ട കൊണ്ടുണ്ടാക്കുന്ന എല്ലാ ശബ്ദവും വായിക്കാൻ അല്ലെങ്കിൽ പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഏക തുകൽ വാദ്യമാണ് ഇടയ്ക്ക. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇടയ്ക്കയിൽ കൂടുതൽ വായിച്ച് ഫലിപ്പിക്കാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തരാം. ഓക്കെ, അതായത് ഇപ്പോ നല്ല ഭംഗിയില്ലേ ഈ കിടക്കുന്ന ഈ പൊടിപ്പ് എന്നാണ് ഇതിന് പറയാ. 64 എണ്ണാണ്, 64 കലകള്. പിന്നെ ഇതിന് ഒരുപാട് കണക്കുകളുണ്ട്. അതായത് ഇടയ്ക്ക എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ആശയമാണ്. ഇടയ്ക്ക് നിലത്ത് വെക്കില്ല, ഭൂമി തൊടിയിക്കാണ്ട് കൊണ്ടുനടക്കുന്ന വാദ്യമാണ് ഇടയ്ക്ക. ഇപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിൽ പോകുമ്പോ കൊളുത്തിയിടുന്നല്ലേ കണ്ടിട്ടുള്ളത്. അതെന്താ വെച്ചാൽ അതിനും ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസം, സയന്റിഫിക് ആയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല, പക്ഷെ അങ്ങനെ വിശ്വസിക്കാനാണ് എന്നെ പോലെ ഇത് കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് ഇഷ്ടം. അപ്പൊ ഇടയ്ക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് നിലത്ത് വെക്കാത്തത് എന്നുള്ളതിനൊരു ഒരു ചെറിയ കഥയുണ്ട്. ഇത് 64 കലകളെ സൂചിപ്പിക്കുന്നതാണ്, 64 പൊടിപ്പ്. അപ്പൊ ഈ 64 പൊടിപ്പ് ഇങ്ങനെ ഇങ്ങനെ 4 ജീവക്കോലിലാണ്. 4 ജീവക്കോലുണ്ട് ഇടയ്ക്ക്, 4 ഉണ്ട്. അപ്പൊ ഈ 4 ജീവക്കോലില് എത്ര എണ്ണം ഉണ്ടാവും? 16 എണ്ണം വെച്ചിട്ടാണ് 64 പൊടിപ്പ്. അപ്പൊ ഈ 64 പൊടിപ്പ് വെച്ചിട്ട് 64 കലകളാണ് 64 പൊടിപ്പ്. അപ്പൊ 4 ജീവക്കോല് എന്ന് പറയുമ്പോ നമുക്ക് 4 വേദങ്ങളാണുള്ളത്. 4 വേദങ്ങളുടെയാണ് 4 ജീവക്കോല്. പിന്നെ ഇതാണ് ഇടയ്ക്കയുടെ കുറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മള് താഴത്തേക്ക് പിടിക്കുമ്പോ ഹൈ പിച്ചിലേക്ക് പോകും, മുകളിലേക്ക് പിടിക്കുമ്പോൾ ലോ പിച്ചിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഈ കയ്യില് നമ്മൾ നിയന്ത്രിക്കുന്ന അനുസരിച്ചാണ് ഇടയ്ക്കയുടെ ശബ്ദം വ്യത്യാസം വരിക. അപ്പോ ഇത് ഇടയ്ക്കയുടെ കുറ്റി. ഈ കുറ്റിയാണ് ഇടയ്ക്കയുടെ നട്ടെല്ല് എന്നൊക്കെ പറയണ പോലെ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗം. കുറ്റി ഐ മീൻ കോർക്കുന്നത് ലൂസായാലും ഇതൊക്കെ ശബ്ദത്തിനൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഈ കുറ്റിയിൽ നിന്ന് 2 വട്ടങ്ങളില്ലേ, ഇതിനെ സൂര്യൻ, ചന്ദ്രൻ, നമ്മുടെ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഈ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത് സൂര്യനും ചന്ദ്രനും എന്ന് പറയും, സ്ത്രീ പുരുഷൻ എന്നും പറയും. അത് പല വ്യാഖ്യാനങ്ങളുണ്ട് ഇതിന്. അപ്പൊ ഇതില് ഇങ്ങനെ ഈ വട്ടത്തില് ഒരു പുറത്തേ വായിക്കുള്ളൂ എപ്പോഴും, ഏതെങ്കിലും ഒരു പുറത്ത്. അതായത് തോല് നല്ല തോലിടുന്ന, കനം കുറഞ്ഞ തോലിടുന്ന, അങ്ങനെ മറച്ച് ഇട്ട് വായിക്കില്ല, ഒരേ വശത്തേ വായിക്കുള്ളൂ. വായിക്കുന്ന വശത്ത് നമ്മൾ ചിലപ്പോൾ ഒരു കെട്ടിടും അല്ലെങ്കിൽ ഒരു പൊടിപ്പിടും, ഭംഗിക്ക് ചെയ്യുന്നതാണ്. ഇതില് 6 ദ്വാരങ്ങളാണുള്ളത്, 6 ശാസ്ത്രങ്ങളാണ് നമുക്കുള്ളത്. 6 ശാസ്ത്രങ്ങളെ പ്രതിനിധാനം ചെയ്തിട്ടാണ് ഈ 6 ദ്വാരങ്ങൾ. അപ്പോ 6 ശാസ്ത്രമായി, 4 വേദായി, 64 കലകളായി, സൂര്യനായി, ചന്ദ്രനായി. അപ്പൊ ഇത്ര ഭാരമേറിയിട്ടുള്ളൊരു വസ്തു, ഭാരം ഏത് സെൻസിലെ ഭാരമാണ്? ഫിസിക്കൽ ഭാരമല്ല, ആശയം കൊണ്ട് ഭാരമേറിയിട്ടുള്ള വസ്തുവിന്റെ ഭാരം ഭൂമി ദേവിക്ക് താങ്ങില്ല എന്നാണ് പറയാ. അപ്പൊ അതുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ് കൊളുത്തിയിടുന്നത്. കൊളുത്തിയിടുമ്പോ ആകാശത്തിനും ഭൂമിയുടെ ഇടയ്ക്കല്ലേ, അതുകൊണ്ടാണ് ഇടയ്ക്ക എന്ന പേര് ഇതിന് വന്നത്. അത്രയും ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതാണ് ഇടയ്ക്കയുടെ ഒരു പ്രത്യേകത. അപ്പോ ഇങ്ങനെ ഇത്തരത്തിലൊരു വിശ്വാസം, ഐതിഹ്യമൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സയന്റിഫിക് വേ ആണോ ചോദിച്ചാൽ ചിലപ്പോ എന്ത് വേണേലും പറയാം. ഇങ്ങനെ വിശ്വസിക്കാനാണ്. അതെ, എന്റെ വിശ്വാസം ഇതാണ്.
എന്റെ വിശ്വാസങ്ങളെ ഞാൻ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇല്ല ഇല്ല, അങ്ങനെ തന്നെ പോകാനാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നമ്മൾക്ക് നമ്മുടെ വിശ്വാസം അത് കൊണ്ടുപോകുന്നില്ല, എന്താ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇടയ്ക്കല് ഇനി ഒരു പാട്ട് കൂടി കേട്ടാലോ നമുക്ക്? അപ്പൊ നമ്മള് നിക്കുന്നത് ഇപ്പൊ ഇരിഞ്ഞാലക്കുടയാണ്, കർക്കിടക മാസത്തിന്റെ നടുക്കാണ്. അപ്പൊ നമുക്ക് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു രണ്ടുപേരി പാടും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. നവരത്ന ശോഭിതം സിംഹാസനം കൈ തൊഴുന്നേൻ, വെൺകൊറ്റക്കുട താഴ ചാമരം കൈ തൊഴുന്നേൻ, രഘുകുല തിലകനാം രാമനെ ഞാൻ തൊഴുന്നേൻ, നിൻ വാമഭാഗേ വിലസുന്ന ജാനകിയെ തൊഴുന്നേൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഇരുഭാഗത്തമരും നിൻ സോദരരെ തൊഴുന്നേൻ, വസിഷ്ഠാദി ഗുരുജനങ്ങളെയും ഞാൻ തൊഴുന്നേൻ, അഞ്ജന നന്ദനാം ഹനുമാനെ തൊഴുന്നേൻ, സുഗ്രീവ അംഗദ കവിവീരരെയും തൊഴുന്നേൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്ര പ്രഭോ സീതാപതി, ശ്രീരാമചന്ദ്ര പ്രഭോ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ, രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമചന്ദ്ര പ്രഭോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാവ്, ശരിക്കും രാമായണ മാസം ധന്യമായിരിക്കുകയാണ് ഇപ്പോ കേൾക്കുമ്പോ. ശരിക്കും പേഴ്സണലി ഞാൻ വലിയൊരു രാമഭക്തയാണ്. തീർച്ചയായിട്ടും വലിയ സന്തോഷം കേട്ടതിൽ. ഈ ഒരു പ്രൊഫഷനിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് എന്തായാലും ലഭിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ് ലഭിച്ചിട്ടുള്ളതില്? മുക്കാഭാഗവും സോപാന സംഗീതം തന്നത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായത് ഇപ്പോ 2022 സോപാന കുലപതിയായിട്ടുള്ള ഞെരളത്ത് രാമപൊതുവാൾ, അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഞെരളത്ത് പുരസ്കാരം കിട്ടി. അപ്പൊ അതിനൊരു വിശേഷണമുണ്ട്, സോപാന വാനമ്പാടി എന്നുകൊണ്ടൊരു വിശേഷണത്തോടു കൂടിയ ഒരു പുരസ്കാരം കിട്ടാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അത് സോപാന സംഗീതം കാരണം മാത്രം. പിന്നെ മറ്റ് ചെറിയ എന്താ പറയാ അവാർഡ്, ഇപ്പൊ റെഡ് എഫ്എമ്മിന്റെ അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അവാർഡല്ല, ഒരു അംഗീകാരം, ഒരു പദവി ലഭിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ. അതിന്റെ ഗവേണിംഗ് ബോർഡ് മെമ്പറായിട്ട് കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അത് ചെന്നൈ ഗവർണറാണ് അതിന്റെ എന്താ പറയാ, അവിടെ ചെന്നൈ രാജ്ഭവനിലാണ് അതിന്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം സോപാന സംഗീതം കാരണമാണ് എത്തിപ്പെട്ടത്. അപ്പൊ അതില് ഇത്ര പ്രായം കുറവ് ഞാനായിരുന്നു, പെൺകുട്ടി കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ്. അപ്പൊ അതൊക്കെ
സോപാന സംഗീതം തന്ന സൗഭാഗ്യമാണ് അത്. പിന്നെ ഒരു കാര്യം കേട്ടായിരുന്നു, ഒരു ആനയെ വർണ്ണിച്ച് ഒരു സോപാന സംഗീതം ഞാൻ കേട്ടു. അതായത് ഞങ്ങൾ ഇരിഞ്ഞാലക്കുടക്കാരാണ്. അപ്പൊ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ സ്വാമിക്ക് മേഘാർജുനൻ എന്ന് പറഞ്ഞിട്ടൊരു ആനക്കുട്ടിയുണ്ട്. അപ്പൊ ഈ മേഘാർജുനൻ എന്ന് പറഞ്ഞ നാട്ടില് ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പൊ ഈ മേഘാർജുനനെ വർണ്ണിച്ചിട്ട്, അതായത് മേഘാർജുനന്റെ സൗന്ദര്യം ഭംഗിയൊക്കെ പറഞ്ഞിട്ട് എന്റെ അച്ഛൻ എഴുതി, ഞാൻ ഇടയ്ക്ക് വായിച്ച് സംഗീതം ചെയ്ത് ആലപിച്ചൊരു ആൽബമാണ് മാണിക്യ കളഭം. മാണിക്യ കളഭം. കളഭം ചാൽ ആന, മാണിക്യ കളഭച്ച കൂടൽമാണിക്യ സ്വാമിയുടെ ആന. അപ്പൊ അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആനയ്ക്ക് അങ്ങനെ ഒരു പാട്ടൊക്കെ വന്നത്. അപ്പൊ അതും ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. അതിന്റെ 2 വരി ഒന്ന് തീർച്ചയായിട്ടും വേണ്ടി പാടാമോ? നമുക്ക് തീർച്ചയായിട്ടും കർക്കിടക മാസത്തെ എന്ന് പറയുമ്പോൾ ആനയുടെ ഒരു പരിചരണവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വേണ്ട ഒരു ടൈമും കാര്യങ്ങളൊക്കെയാണ്. ആനയോട്ടും ഈ ഒരു സോപാന ഗീതം നമുക്ക് ആനയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ മേഘാർജുനനെ ഉദ്ദേശിച്ച് എഴുതിയതാണ് കേട്ടോ. സംഗമഗ്രാമ പുണ്യം സംഗമനാടിൻ പുത്രൻ, സംഗമഗ്രാമ പുണ്യം സംഗമനാടിൻ പുത്രൻ, ശ്രീ കൂടൽമാണിക്യത്തിൻ മേഘാർജുനൻ, പൊൻതാമരപ്പൂവിതൾ പോലഴകാർന്നുള്ള, പൊൻതാമരപ്പൂവിതൾ പോലഴകാർന്നുള്ള താമരച്ചെവിയനാം മേഘാർജുനൻ, സംഗമഗ്രാമ പുണ്യം സംഗമനാടിൻ പുത്രൻ, ശ്രീ കൂടൽമാണിക്യത്തിൻ മേഘാർജുനൻ, മേഘാർജുനൻ. സൂപ്പർ സൂപ്പർ. ഇനിയത്തെ ഫ്യൂച്ചർ പ്ലാൻസുകൾ എന്തൊക്കെയാണ്? ഈ ഒരു സോപാന സംഗീതവും അതുപോലെ ലൈഫിന്റെ കാര്യങ്ങളും എല്ലാം കോർത്തിണക്കി ഒന്ന് പറയൂ. സോപാന സംഗീതം മരണം വരെ കൊണ്ടു നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതില് തന്നെ കൂടുതൽ കീർത്തനങ്ങൾ പാടാനും അതൊക്കെ ജീവിതത്തിൽ എന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതാണ് മെയിൻ പ്ലാൻ. പാട്ട് പാടാനായിട്ട് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട്, നമുക്കൊരു കഥയുണ്ട്. ആ കഥയിൽ നിന്ന് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റില്ല. എനിക്കും ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ്. കാരണം തീരെ പ്രതീക്ഷിക്കാതെയാണ് സോപാന സംഗീതത്തേക്ക് ഇത്രയധികം എനിക്ക് ഇത്രയും പാട്ടൊക്കെ പാടാൻ സാധിക്കുന്നത്. അതായത് ഭഗവാനെ സ്തുതിക്കാൻ ഇത്രയധികം കഴിഞ്ഞത് തന്നെ ആ ഒരു കടാക്ഷം കൊണ്ടാണ്. കോവിഡിന്റെ ഒരു പോസിറ്റീവ് പ്രൊഡക്റ്റ് ആയി പെട്ട ആളാണ് ഞാൻ. അതായത് ആ സമയത്ത് ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്ത് തുടങ്ങിയതാണ്. അതിനുശേഷം നിരവധി അവസരങ്ങൾ കിട്ടാനുണ്ടായിരുന്നു. അതെ, അച്ഛൻ അന്ന് പാട്ട് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയ ആ ഒരു കഥ നമുക്കൊന്ന് കേൾക്കണം കേട്ടോ. അതാണ് ആ ഒരു പ്രചോദനം നൽകിയ ഒരു കഥ. അത് കേട്ട് കഴിഞ്ഞപ്പോ ഏതൊരു വ്യക്തിക്കും ഭയങ്കര ഇൻസ്പിറേഷൻ നൽകുന്നതായിരുന്നു. അത് പറയുക. സാധാരണ ചെറിയ കുട്ടികളെ എല്ലാവരെയും പാട്ടിനോ ഡാൻസിനോ ഒക്കെ ചേർത്തുന്ന പോലെ എന്നെയും കൊണ്ട് ചേർത്തി. അപ്പൊ എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് പാടാൻ. അന്നും ഇന്നും ഒക്കെ ഇഷ്ടമാണ്. നമ്മളതിലെ രാഗമോ അല്ലെങ്കിൽ അതിലെ ശ്രുതിയോ ഇതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഭക്തിരസമായിട്ടാണ് സോപാന സംഗീതം പാടേണ്ടത്. സോപാന സംഗീതത്തിന്റെ രാഗം ഭക്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതൊന്നും വന്നില്ല. ഈ പറഞ്ഞ പോലെ പാട്ടിന് കൊണ്ട് ചേർത്തിയപ്പോ എല്ലാവരുടെയും പോലെ ഞാനും ഇരുന്ന് പാടും അവരുടെ കൂടെ. അപ്പോ ഒരു ദിവസം ഇങ്ങനെ മാഷ് ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ മാഷ് പറഞ്ഞു, നാളെ വരുമ്പോ അച്ഛനെ വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ വലിയ സന്തോഷമായിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വന്നു. അപ്പൊ അച്ഛനെ മാറ്റി നിർത്തിയിട്ട് മാഷ് പറഞ്ഞു, നാളെ മുതൽ വിടണ്ട, കാരണം കുട്ടിക്ക് സംഗീതത്തിൽ വലിയ വാസനയില്ല, അപ്പൊ നിങ്ങള് സംഗീതം ഇനി പഠിപ്പിക്കാൻ വിടണ്ടെന്ന് പറഞ്ഞു. അന്ന് വിഷമായി. കാരണം എനിക്ക് സംഗീതം പഠിക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ അന്ന് നമുക്ക് ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവരെ കാണാൻ പറ്റില്ല. അതും നാണക്കേടിനൊക്കെ കൂടുതൽ. പിന്നെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരെ കാണാൻ പറ്റില്ല. അവിടെ പാട്ട് സെക്കൻഡറിയാ, ബാക്കി ബിസിനസിന് വർത്തമാനം പറയാനോ അങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. അപ്പൊ അതൊരു വിഷമായിരുന്നു. ചെറിയ അത്രയൊന്നും അറിയില്ല. അങ്ങനെ നേരെ ഭഗവാൻ ഒരു നിമിത്തം എന്നുള്ളോണം ഞാൻ അക്ഷരശ്ലോകത്തിനാണ് എന്നെ ചേർത്തത്. അക്ഷരശ്ലോകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ തൊണ്ട തുറക്കാൻ, ശബ്ദം ഉച്ചാരണം, മലയാള ഭാഷയ്ക്കൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം. അപ്പൊ അക്ഷരശ്ലോകം പഠിക്കാൻ
ചേർന്നു. അപ്പോൾ അങ്ങനെ അക്ഷരശ്ലോകം പഠിച്ച് ഇപ്പോൾ നാരായണീയം പഠിച്ചു, രാമായണം പഠിച്ചു, ഭഗവത്ഗീത ഇതൊക്കെ വായിക്കാൻ വലിയ തിരക്കേടില്ലാണ്ട് വായിക്കാനുള്ളൊരു സാധ്യതയിലേക്കൊക്കെ അങ്ങനെയാ വന്നത്. അപ്പോൾ അതിനുശേഷം അക്ഷരശ്ലോകം വിട്ടില്ല. കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്, സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. സ്റ്റേറ്റിലൊക്കെ 4 വർഷമൊക്കെ എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഗുരുവായൂർ ദേവസ്വം നടത്തുന്ന നാരായണീയ ദശക പാഠ മത്സരമുണ്ട്. അതിന് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒരു 12 വർഷം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിരുന്നു. പിന്നെ സംഗീതത്തിലേക്ക് പിന്നെ പോയില്ല. ഇടയ്ക്ക് പഠിച്ചു, ഇടയ്ക്ക് ഓൾറെഡി പഠിക്കുന്നുണ്ടായിരുന്നു, സംഗീതത്തിന് മുമ്പേ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കോവിഡിന് മുമ്പും പരിപാടിയൊക്കെ അത്യാവശ്യം ഇങ്ങനെ പാടുമായിരുന്നു. കോവിഡ് ആണ് ഇങ്ങനെയൊക്കെ ആക്കി തന്നതിലൊരു പ്രധാനപ്പെട്ട ആള്, മെയിൻ കണ്ണി. അതെ അതെ അതെ. എല്ലാവരെയും ഭയങ്കര മോശമായിട്ട് ബാധിച്ചു എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ പറയില്ല. എന്നെ ഒരു തരത്തിലും എനിക്ക് നല്ലതേ വരുത്തിയിട്ടുള്ളൂ, നല്ലതേ തന്നിട്ടുള്ളൂ. കൊറേ പേർക്ക് കോവിഡ് നല്ലത് തന്നില്ല ഒരാള്. അതെ അതെ. കലാകാരന്മാർക്ക് ഒരുപാട് ഈ ഓൺലൈൻ ഒക്കെ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയല്ലോ ആ സമയത്ത്. റിലാക്സേഷൻ, ലോക്ക്ഡൌൺ റിലാക്സേഷൻ എന്നൊക്കെ പറഞ്ഞ് ചെയ്തപ്പോ ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പേർക്ക് വീണ്ടും കോവിഡ് മാറി ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞപ്പോ ശരിക്കും പെർഫോമൻസിനുള്ള വേദികളൊക്കെ തീർച്ചയായിട്ടും നന്നായി, നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സമയം. അപ്പോ ഒരുപാട് പാട്ടുകൾ ഇനിയും ഭഗവാനും ഞങ്ങൾക്കും ഒക്കെ കേൾക്കാനായിട്ടുള്ള ഒരു അവസരം ഇനിയും ഉണ്ടാവട്ടെ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ഈ ഒരു ഔട്ട്ലുക്കിൽ ഇന്നും കാണാനായിട്ട് സാധിക്കട്ടെ. നല്ല ഭംഗിയായിരിക്കുന്നത് കാണാനായിട്ട്. അപ്പൊ ഒരു അഷ്ടപതിയിലെ 2 വരി ഞാൻ പാടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഇടയ്ക്ക് കൊട്ടാനായിട്ട് അറിയില്ല. അപ്പൊ കൊട്ടാനായിട്ട് സഹായിക്കോ? ഓ, വായിക്കാം. സാമനുതേ കൃഷ്ണ രാധികാ തവ വിരഹേ കേശവ രാധികാ തവ വിരഹേ കൃഷ്ണ രാധികാ തവ വിരഹേ കേശവ രാധികാ തവ വിരഹേ കൃഷ്ണ രാധികാ തവ വിരഹേ. കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. അതെ, താങ്ക് യു. ഞങ്ങളുടെ സ്റ്റോറി സോയില് വന്നതില് ഇത്രയും പാട്ടുകൾ ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. സന്തോഷം, വളരെ സന്തോഷം.